കൊച്ചി അയ്യമ്പുഴ പാറമടയിൽ കണ്ടെത്തിയത് യുവാവിന്റെ മൃതദേഹാവശിഷ്ടം എന്ന് നിഗമനം. 18-നും 30-നും ഇടയിൽ പ്രായമെന്നാണ് നിഗമനം. ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് കണ്ടെത്താൻ അന്വേഷണം തുടങ്ങി. 3 ദിവസം മുൻപാണ് പാറമടയിൽ നിന്ന് മൃതദേഹാവശിഷ്ടം ലഭിച്ചത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ഇപ്പോൾ പുറത്തുവരുന്ന കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അനുജ, ഈ മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെ, മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിന് പിന്നാലെ ഇതൊരു കൊലപാതകമാണെന്ന സംശയമൊക്കെ ഉണ്ടായിരുന്നു. പിന്നാലെയാണ് മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ വിദഗ്ധമായ പരിശോധനയ്ക്ക് വേണ്ടി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൈമാറിയത്. ഇപ്പോൾ അവിടെ ആ പരിശോധന പൂർത്തിയായിട്ടുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിദഗ്ധൻ ഡോക്ടർ സന്തോഷ് ജോയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത്. ആ മൃതദേഹ അവശിഷ്ടങ്ങൾ ആകെ കുറച്ച് എല്ലിന്റെ കഷ്ണങ്ങൾ മാത്രമാണ് ലഭിച്ചത്. അതിൽ നിന്നുള്ള പരിശോധനാ ഫലത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതൊരു യുവാവിന്റെ മൃതദേഹമാണ്. 18 മുതൽ 30 വരെ പ്രായമുള്ള ഒരു യുവാവിന്റെ മൃതദേഹമാണ്. 165 സെന്റിമീറ്ററോളം പൊക്കം ഉണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നു. ഒപ്പം തന്നെ ഈ കാലിന്റെ മുകളിലുള്ള ഭാഗമാണ് ലഭിച്ചത്. അതിലൊരു കെട്ടുണ്ടായിരുന്നു എന്നാണ് ഈ ബോഡി എക്സാമിൻ ചെയ്തപ്പോൾ മനസ്സിലാവുന്നത്. ഇതൊരു കൊലപാതകമാണോ എന്നതിന്റെ സംശയം ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. ബാക്കി എല്ലും കഷ്ണങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലേക്ക് അയ്യമ്പുഴ പോലീസ് കടന്നിട്ടുണ്ട്. ഒരു പാറമടക്ക് ഉള്ളിലെ ഒരു കുളത്തിൽ നിന്നാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഏകദേശം 1 മാസം മുതൽ 4 മാസം വരെ പഴക്കം മൃതദേഹത്തിനുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ പ്രദേശത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മിസ്സിംഗ് കേസുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനാണ് നിലവിൽ പോലീസിന്റെ ലക്ഷ്യം. അതോടൊപ്പം ഈ നിലവിൽ ലഭിച്ചിരിക്കുന്ന ഈ വിവരങ്ങൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീഡായി മാറും. ആത്മഹത്യയാണെങ്കിലും കൊലപാതകമാണെങ്കിലും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ഫോറൻസിക് പരിശോധനാ ഫലം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീഡായി മാറുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഡോക്ടർ സന്തോഷ് ജോയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ നിർണായകമായ കണ്ടെത്തൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അയ്യമ്പുഴ പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. ഒരു പക്ഷേ 2 ദിവസത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ലീഡിലേക്ക് എത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. വിഷ്ണു, ഇതിലിപ്പോൾ എങ്ങനെയാണ് തുടർ അന്വേഷണം? ഇതിനു മുൻപ് കാണാതായവരെ അത് കേന്ദ്രീകരിച്ചൊക്കെയുള്ള അന്വേഷണത്തിലേക്കാണോ പോലീസ് കടക്കുന്നത്? അനുജ, ഇതിനോടകം തന്നെ കാണാതായ ആളുകളുടെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 18-നും 30-നും ഇടയിലുള്ള ഒരു യുവാവിന്റെ മൃതദേഹം എന്നാണ് ഇത് പറയുന്നത്. സ്വാഭാവികമായും കൊലപാതകത്തിനുള്ള ഒരു സാധ്യത കൂടുതലായി അവിടെ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കാലിന്റെ മുകളിൽ ഒരു കെട്ട് പോലുള്ള ഒരു കെട്ട് ഉള്ളതായി ഈ ബോഡി എക്സാമിൻ ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ കാലിൽ മറ്റു മുറിവുകളൊന്നും കണ്ടെത്താനായിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ പാറമടക്കകത്ത് തന്നെ കൂടുതൽ എല്ലും കഷ്ണങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ആ കുളം പറ്റിച്ച് കൂടുതൽ എല്ലും കഷ്ണങ്ങൾ എക്സാമിൻ ചെയ്താൽ മാത്രമേ കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നൊരു പൂർണ്ണമായ നിഗമനത്തിലേക്ക് എത്താനാകുകയുള്ളൂ. എന്തായാലും പ്രാഥമികമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അത് ഈ മിസ്സിംഗ് കേസുകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഒരുപക്ഷെ പ്രത്യേക അന്വേഷണ സംഘമൊക്കെ രൂപീകരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇരുട്ടിൽ തപ്പുകയായിരുന്നു അയ്യമ്പുഴ പോലീസ് ഈ ബോഡി ലഭിച്ചതിന് പിന്നാലെ. പക്ഷേ ഇപ്പോൾ അവർക്കൊരു ലീഡ് ലഭിച്ചിരിക്കുന്നു. ഇതൊരു പുരുഷന്റെ മൃതദേഹമാണ്. പ്രായം ലഭ്യമായിട്ടുണ്ട്, പൊക്കം ലഭ്യമായിട്ടുണ്ട്, ഒരു കെട്ടടക്കമുള്ള ഉണ്ട് എന്ന് ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കൂടുതൽ വിവരങ്ങളിലേക്ക് എത്താമെന്നാണ് അവരുടെ പ്രതീക്ഷ. അനുജ, കഴിഞ്ഞ ദിവസമാണ് അയ്യമ്പുഴ പാറമടയിൽ ഒരു മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയത്. അത് യുവാവിന്റേതാണ് എന്നതിന്റെ സ്ഥിരീകരണത്തിലേക്ക് ഇപ്പോൾ പോലീസ് എത്തുന്നു. 18-നും 30-നും ഇടയിൽ പ്രായമുള്ള യുവാവിന്റെ മൃതദേഹമാണ്. കൂടുതൽ അസ്ഥി കഷണങ്ങൾ ഉണ്ടോ എന്നൊക്കെയുള്ളതിന്റെ പരിശോധന തുടങ്ങിയിട്ടുണ്ട്. അപ്പം തന്നെ കാണാതായവരെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.